അന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഡോക്ടർ ആയിഷ മുഹമ്മദ് 15ാമത്തെ ദിവസമാണിന്ന് ഭർത്താവിന്റെ വീടിന്റെ മുമ്പിൽ സമരം ചെയ്ത് മുന്നോട്ടു പോകുന്നത്. അവർ പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ, അവർ തന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അവർ കൃത്യമായിട്ട് മഹല്ലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയം, ഇതൊക്കെ പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് മുസ്ലിം മതപണ്ഡിതന്മാര് ഈ വീഡിയോ ഉൾപ്പെടെ കണ്ടുകൊണ്ട് തിരുത്തലുകൾ വരുത്തിയേ പറ്റൂ. ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം, ഈ ആയിഷ മുഹമ്മദ്, ഡോക്ടർ ആയിഷ മുഹമ്മദ് രംഗത്തെത്തിയിട്ടുള്ളത് കേവലം അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ശബ്ദമില്ലാത്ത മുസ്ലിം പെൺകുട്ടികളുടെ ശബ്ദമായിട്ട് തന്നെയാണ് ഡോക്ടർ ആയിഷ മുഹമ്മദ് 15ാം ദിവസവും അവരുടെ ഭർത്താവിന്റെ വീടിന്റെ മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതിന്റെ ആദ്യത്തെ ഒരു ഭാഗം ഞാനൊന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. എൻ്റെ അവകാശങ്ങളൊക്കെ തിരിച്ചു തന്ന് 100 പവൻ സ്വർണ്ണമുണ്ട്, ഒരു 15 ലക്ഷം രൂപയുണ്ട്, 10 വയസ്സുള്ള മകൾ ഞങ്ങൾക്കുണ്ട്. അവളുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാവണം. അതുപോലെ അർഹിക്കുന്ന നഷ്ടപരിഹാരവും എനിക്ക് വേണം. ഇതൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സമരമാണിത്. അതോടൊപ്പം എനിക്ക് ഡിവോഴ്സും വേണം അദ്ദേഹത്തിന് അടുത്തുനിന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഈ ഒരു അനുഭവം ഇന്ന് നമ്മുടെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഭർത്താവ് വേറെ ഒരു കല്യാണം കഴിച്ചു, ആ കല്യാണം കഴിച്ചതിൽ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. അതേസമയം ആദ്യ ഭാര്യ ഡിവോഴ്സ് ചോദിച്ച് അവരുടെ വീടിന്റെ മുമ്പിൽ സമരം ചെയ്യാം. ഈ ഗതികേട് മുസ്ലിം പെൺകുട്ടികൾക്കേ ഉള്ളൂ. ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ മറ്റു മതങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവരുടെ ഡിവോഴ്സ് കിട്ടാതെ ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കൂല. ഇവരിപ്പോ തെരുവിൽ സമരം ചെയ്യാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട മഹലിനെ സമീപിച്ച സമയത്ത് എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. ഇദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുന്ന എന്തെങ്കിലും ഡോക്ടർ അറിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ മഹല്ലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കോഴിക്കോട് പൂവാറ്റുപറമ്പ, അവിടെ കുറ്റിക്കാട്ടൂരുള്ള ഒരു മഹലാണ്. അവരുടെ പ്രത്യേക താല്പര്യത്തിൽ നടത്തി കൊടുത്ത കല്യാണമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനത്തെ ഒരു കല്യാണം വരുമ്പം പയ്യൻ്റെ ഫാമിലിനകത്ത്, അതായത് അവർ താമസിക്കുന്ന മഹലിനകത്തു നിന്നും വധുവിൻ്റെ മഹലിനകത്തേക്ക് ഒരു കത്ത് കൊടുക്കണം. ഈ ഒരു പറഞ്ഞ പ്രോസസ്സ് ഇതിനകത്ത് നടന്നിട്ടില്ല. നമ്മളെ മഹലിൽ നിന്നും ഒരു കത്ത് കൊടുത്തിട്ടില്ല. എനിക്കത് അവർ പ്രൂഫ് തന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? അതായത് ആദ്യ ഭാര്യ ഉണ്ടോ ഇല്ലേ എന്ന് പോലും നോക്കാതെ മറ്റൊരു മഹല് വിവാഹം കഴിച്ചു കൊടുത്തു. കാരണം എന്താ? ഈ മതവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമമുണ്ട്. അതായത് ഒരു ഭാര്യ നിലനിൽക്കെ തന്നെ മറ്റൊരു വിവാഹം കഴിച്ചാൽ യാതൊരു പ്രശ്നമില്ല. ഇതാണ് ഇവിടെ അവസാനിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിലെ സകല മുസ്ലിം സ്ത്രീകളും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനൊപ്പം നിൽക്കണം ഈ വിഷയത്തില്. ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലായാൽ മാത്രമേ ഇവിടെ ഹിന്ദു സ്ത്രീ, ഇവിടെ ക്രിസ്ത്യൻ സ്ത്രീക്കൊക്കെ ഉള്ള അതേ അവകാശം മുസ്ലിം സ്ത്രീകൾക്ക് ലഭിക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ കേട്ടില്ലേ? അതായത് എന്റെ ഭർത്താവിനെ മറ്റൊരു മഹല് വിവാഹം ചെയ്തു കൊടുത്തു. ഇത് മറ്റൊരു മതത്തിലും ഇല്ല. ഇത് സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ, വിവേകത്തോടു കൂടി ചിന്തിക്കേണ്ടതാ. മുസ്ലിം മതപണ്ഡിതന്മാര് ഇതിൽ മാറ്റം വരുത്തിയേ പറ്റൂ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പറയുന്ന മറ്റൊരു ഭാഗം ഒന്ന് കേട്ടു. അല്ലാതെയാണ് ഇപ്പോൾ ഈ കല്യാണം നടന്നിരിക്കുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, കല്യാണത്തിൻ്റെ മുന്നേ നിങ്ങൾ വരണമായിരുന്നു എന്നുള്ളതാണ്. ഞാനെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ രഹസ്യമായിട്ട് ഏകപക്ഷീയമായി നടത്തിയിട്ടുള്ള ഒരു കല്യാണം ജോലി സ്ഥലത്തിരിക്കുന്ന ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് നോക്കുന്ന ഞാൻ എങ്ങനെ അറിയാനാണ്? ഞാൻ എങ്ങനെയാണ് ആ കല്യാണം ഇവരുടെ മനസ്സിൽ, ഇവരുടെ രഹസ്യമായി നടത്തുന്ന കല്യാണം എങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ ആ കല്യാണത്തിന് മുന്നേ തടയുന്നത്? നിങ്ങൾ കേട്ടില്ലേ? ഇവർ വിവാഹത്തെ കുറിച്ച് മഹലിലെത്തി ചോദ്യം ചെയ്യുമ്പോ അവിടെയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ മുമ്പേ വരണമെന്ന്. ജോലിക്ക് പോയ ഇവരെങ്ങനെ ഇതൊക്കെ അറിയണം? ഇത് ഇവര് മാത്രല്ല, ഇതുപോലെ ഒരുപാട് മുസ്ലിം സ്ത്രീകൾക്ക് ഇതേ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ മഹലിൽ ഇരിക്കുന്ന ആളുകള് ഏത് രീതിയിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഈ രാജ്യത്ത് മതപരമായിട്ട് ആദ്യ ഭാര്യയുണ്ടോ എന്ന് നോക്കിയിട്ടല്ല രണ്ടാം വിവാഹം ചെയ്തു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിവാഹം അങ്ങ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നുണ്ട്, നിങ്ങൾ അതും കൂടി നോട്ടു. ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരുന്നു മുൻപ്? അദ്ദേഹം ഒരു തൊലാക്കായിട്ട് പള്ളിയിലോ അതല്ലെങ്കിൽ ഒരു വിവാഹമോചന ഹർജിയായിട്ട് ഫാമിലി കോടതിയിലോ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ? ഈ മുത്തലാഖ് നിരോധിച്ചതാണ്. പ്രത്യേകിച്ച് സകല ആളുകളും തിരിച്ചറിയണം, ഒരു വിവാഹ ബന്ധം പോലും വേർപ്പെടുത്താതെ
മറ്റൊരു വിവാഹം കഴിക്കുക എന്നുള്ളത്, അത് ഇന്ന് കേരളത്തിലെ, ഇന്ന് നമ്മുടെ രാജ്യത്ത് മുസ്ലിം മതത്തിൽപ്പെട്ട സ്ത്രീകൾ മാത്രമേ ആ ദുരവസ്ഥ അനുഭവിക്കുന്നുള്ളൂ. സകല ആളുകളും തിരിച്ചറിയണം, ഇവിടെ ഹിന്ദു സ്ത്രീക്കോ ക്രിസ്ത്യൻ സ്ത്രീക്കോ മറ്റൊരു മതത്തിലുള്ള ഒരു സ്ത്രീക്കും ഈ ദുരനുഭവമില്ല. ഇത് മാറ്റിയേ പറ്റൂ. ഇതൊരു തർക്കമില്ലാത്ത വിഷയം. ഇത് അതായത് പണ്ട് കാലത്ത് ഈ ഇത്ര പെണ്ണ് കെട്ടുക എന്നൊക്കെ പറയുന്നത് ആ കാലത്തുള്ള സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. ഇന്ന് കാലം ഒരുപാട് മാറി. മതപണ്ഡിതന്മാർ, വളർന്നു വരുന്ന പുതുതലമുറയിലെ മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് ഇനിയും പറയിപ്പിക്കരുത്. വിവേകമുള്ള സകല മുസ്ലിങ്ങളും അതിനെ പിന്തുണക്കും. ഈ പറയുന്ന 2ഉം 3ഉം 4ഉം കെട്ടുന്നത് ഒരിക്കലും നീതിയല്ല, അത് അനീതിയാണ്. സ്വന്തം ഭർത്താവിനെ പങ്കുവെക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയും അനുകൂലിക്കാത്തത് തന്നെയാണ്. ഇത് സകല വിവേകമുള്ള ആളുകളും തിരിച്ചറിയുക. ഇത് മതത്തിനെതിരെയല്ല. ഈ സ്ത്രീ ആണെങ്കിലും ഈ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്ന ഓരോ ആളുകളും ഈ പറയുന്ന മതത്തിനെതിരെയല്ല, മറിച്ച് ഇത്തരം നിയമങ്ങൾ മാറ്റണം. ഇനി നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റപ്പെടും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഇന്ന് രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതിന് വിവേകമുള്ള സകല മുസ്ലിം സ്ത്രീകളും ഇനി പിന്തുണയ്ക്കും. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന സകല പദ്ധതികളെ കുറിച്ചും അവർ കൂടുതൽ പരിശോധിക്കും. ഇവിടെ നരേന്ദ്രമോദി അങ്ങ് മാറ്റി നിർത്തിയതാ. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒക്കെ നെറികെട്ട പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വർഗീയതയോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുകളൊക്കെ ഇപ്പോ ഇവിടെ ഒരു മുസ്ലിം യുവതിക്ക് ഈ പ്രശ്നം വന്നിട്ട് 15ാം ദിവസം മുസ്ലിം ലീഗ് ഇവിടെ ഇടപെടുന്നില്ല. മുസ്ലിം സമുദായത്തിന്റെ ഒന്നടങ്കം വോട്ടും വാങ്ങിയ ഇവര് ഈ അധികാരത്തിലേക്ക് എത്തിയത്. അതേ സമയത്ത് ഒരു മുസ്ലിം യുവതി 15ാം ദിവസവും ഭർത്താവിന്റെ വീടിന്റെ മുമ്പിൽ സമരത്തിലാ. ഒന്നോ തിരിഞ്ഞു. അവർക്ക് ജമാഅത്തെ ഇസ്ലാമി, അവർക്ക് സുഡാപ്പികളെ മതേതരവാദികളാക്കല്. കാസർകോട്ടെ ഇപ്പൊ MLA മത്സരിക്കുന്ന സമയത്ത് സുഡാപ്പികളെ മതേതരവാദികളാക്കാൻ നടന്നതായിരുന്നു. അതേ സമയത്ത് സാധാരണ മുസ്ലിം നേരിടുന്ന ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. ഇവിടെ ഈ യുവതി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. ബന്ധം, ആ ബന്ധത്തിനകത്ത് ഇസ്ലാമികമായി പറയുമ്പം ഒരാണും ഉണ്ടാകും, ഒരു പെണ്ണും ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ 2ാം വിവാഹം കാരണം, 2ാം വിവാഹത്തിലെ പ്രാക്ടീസുകൾ കാരണം പലപ്പോഴും ആണിന് ജീവിതം സുഗമമായിട്ട് 2ാം വിവാഹത്തിലൂടെ മുന്നോട്ട് നീങ്ങും. ഓക്കെ, അതിനകത്ത് എന്തുകൊണ്ടാണ് പെണ്ണിനെ കേൾക്കാൻ ഒരു സ്ഥലമില്ലാതെ പോയത്? എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ മഹലിൽ പോകുമ്പോൾ അവർ പറയും അവർക്കൊന്നും ചെയ്യാനില്ലെന്ന്. 2ാമത് കല്യാണം കഴിച്ചിട്ടുള്ള ആ മഹലിൽ പോയാൽ പറയും എല്ലാവർക്കും ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. അപ്പം വിവാഹം മഹല് വഴി നടത്തി കൊടുക്കേ എന്തുകൊണ്ടാണ് ഈ മഹലുകൾക്കൊന്നും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാതെ പോകുന്നത്? ഈ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള പോലെ പെണ്ണുങ്ങൾക്ക് ചെന്ന് പറയാൻ ഒരു ഇടമില്ലാതെ പോയത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് നമ്മുടെ മതത്തിലെ പ്രാക്ടീസുകൾക്കിടയിൽ ഡെവലപ്പായി വന്നത്? നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം പെൺകുട്ടികൾക്ക്, മുസ്ലിം യുവതികൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ മഹല്ലും നടത്തുന്നത് പോലെ അത് ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നീതി എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന വ്യക്തമായിട്ട് ഇവർ ചോദിക്കുന്നത്. ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ഈ രാജ്യത്തെ എല്ലാ സ്ത്രീകളും കോടതിയെയാണ് സമീപിക്കാറുള്ളത്. ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് നടപ്പിലാക്കാം. അതിലൂടെ മുസ്ലിം സ്ത്രീകൾക്കും, ഇവിടെ ഹിന്ദു സ്ത്രീകള്, ക്രിസ്ത്യൻ സ്ത്രീകള്, മറ്റെല്ലാ മതത്തിലുള്ള സ്ത്രീകളും പോകുന്നത് പോലെ കോടതിയിലേക്ക് പോവാനൊരു അവസരമുണ്ടാവും. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. ഒരു തർക്കവും വേണ്ട. മുസ്ലിം പെൺകുട്ടികൾ തന്നെ അതിനെ പിന്തുണക്കും. അതിലും ഒരു തർക്കവും ആർക്കും വേണ്ട. ഇവരുടെ ചോദ്യം തീർത്തും ന്യായവും നീതിയുമുള്ളൊരു ചോദ്യമല്ലേ? അതായത് തന്റെ വിവാഹബന്ധം പോലും ഏർപ്പെടുത്താതെ മറ്റൊരു വിവാഹം കഴിച്ച് ആ വ്യക്തി അങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നതിൽ എന്ത് രീതിയാണുള്ളത്? ഇത് നേരെ മറ്റു മതത്തിലുള്ള സ്ത്രീകളെ ആയി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് ചെയ്താൽ 10 വർഷം വരെ തടവ. അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കുമ്പോ പിന്നീട് ഇവിടെ മുസ്ലിം സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള പുരുഷന്മാർ വീണ്ടും 2ാം വിവാഹം എന്ന് പറഞ്ഞു തുനിഞ്ഞിറങ്ങിയാൽ ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലായാൽ 10 വർഷം വരെ തടവ്
അവർക്കും ലഭിക്കും. നീതി വേണം. ഈ വിഷയത്തിൽ മതപണ്ഡിതന്മാർ സ്ത്രീകൾക്കൊപ്പം നിൽക്കണം. അത് നിങ്ങൾ നിന്നിട്ടില്ലെങ്കിൽ അത് മതത്തെ പറയിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.